എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആണെങ്കിൽ എല്ലാ മക്കളും ഒന്ന് കൈയൊക്കെ ഒന്ന് വേവ് ചെയ്തടാ. 5ാമത്തെ ചാപ്റ്റർ ഡെസിമൽ മെത്തേഡ്സ്, ദശാംശ രീതികൾ. ഡെസിമൽ മെത്തേഡ്സ് ദശാംശ രീതികളും അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്നതാണ് റേഷ്യോ, അംശബന്ധം. ഇത് രണ്ടും പഠിക്കാൻ റെഡി ആണെങ്കിൽ എല്ലാവരും കൈവീശേ. ആദ്യം ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും കാര്യങ്ങളായിരിക്കും പറയണം. ആ സമയത്ത് ആരും എഴുതരുത്. ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒരു മക്കളും തന്നെ എഴുതരുത്. ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പോകണം. ശ്രദ്ധിക്കുക. ഈ ഡെസിമൽ മെത്തേഡ്സ് അഥവാ ദശാംശ രീതികളിൽ ആദ്യം നിങ്ങൾ ഡെസിമലിനെ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ ആക്കാൻ പഠിക്കും. തിരിച്ച് ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാൻ പഠിക്കും. ഓക്കെ ആണെങ്കിൽ കൈവീശേ. ഓക്കെ ആണെങ്കിൽ ഡെസിമൽ നമ്പറുകളെ ഗുണിക്കാനും ഡെസിമൽ നമ്പറുകളെ ഹരിക്കാനും പഠിക്കും. ഇതാണ് ഈ ചാപ്റ്റർ. സെറ്റ് അല്ലേ? അപ്പൊ നമുക്കൊന്ന് നോക്കാം, നമുക്ക് എങ്ങനെയാണ് ഡെസിമൽ നമ്പറുകളെ ഫ്രാക്ഷൻ ആക്കാൻ നോക്കാം. എടാ പോയിന്റ് കഴിഞ്ഞ് ഒരാളാണെങ്കിൽ നമ്മൾ ഇതിനെന്ത് ചെയ്യാം, ആദ്യം ഇതിനെ മേളിൽ കൂട്ടി എഴുതാം ഫ്രാക്ഷൻ ആക്കാൻ. ബൈ പോയിന്റ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ സാർ അടിയിൽ എന്ത് എഴുതണോന്ന് എനിക്ക് ആര് പറഞ്ഞുതരും? ആഗ്നസ് പറഞ്ഞുതരും. ആഗ്നസ് പറഞ്ഞടാ പോയിന്റ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അടിയിൽ എന്ത് എഴുതാ? 10 എഴുതാ. സെറ്റ്. ഓക്കെ. ഇനി രണ്ടാൾക്കാരാണെങ്കിൽ ഇത് തന്നെ മേളിൽ കൂട്ടി എഴുതാ, 100 എഴുതാ. വേറെ എക്സാമ്പിൾ ആൻസറാ. രണ്ടാൾക്കാരാണെങ്കിൽ ഇത് കൂട്ടി എഴുതാ, അടിയിൽ 100 എഴുതാ. ഇത് തന്നെ തിരിച്ചും എല്ലാ മക്കളും ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ. തിരിച്ചു ചെയ്യണത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ 35/10 3-ന് 5-ന് അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ ഒരു 0 ആണെങ്കിൽ എല്ലാവരും കൈവീശി. ഒരു 0 ആണെങ്കിൽ യെസ്. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ഒരാള് മതി. അങ്ങനെയാണ് സാർ. അടുത്ത ഒരാൾ വിളിച്ചോ. ദേവി ശിവാനി. യെസ്. ഹലോ ഹലോ. യെസ്. എടാ ഇവിടെ അടിയിൽ എത്ര 0 ഉണ്ട്? 2. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് എത്ര ആൾക്കാർ വേണം? 2. ഓക്കെ, മിടുക്കി. അപ്പൊ അതും കഴിഞ്ഞ് ഇനി നിങ്ങൾ പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഇതിനെയൊക്കെ ഡെസിമൽ ആക്കാൻ അല്ലെ ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാൻ പറയുന്ന സമയത്ത് താഴെ 5 ആണെങ്കിൽ എല്ലാവരും ആക്ഷൻ കാണിച്ചേ. മേലെ താഴെ എന്ത് വെച്ച് ഗുണിക്കണം? ഞാൻ 5 2ആണെങ്കിൽ പോരട്ടെ എല്ലാരും ആക്ഷൻ. ഏഞ്ചൽ ബിജു എല്ലാരും ആക്ഷൻ കാണിച്ചേടാ. യെസ്, 5 വെച്ച് ഗുണിക്കണം. കാരണം നമുക്ക് ഇവിടെ 100,000 ഒക്കെ കിട്ടണം. ഓക്കെ ആണല്ലോ? ഇവിടെ 15 ദാറ്റ് ഈസ് 1.5 ഉത്തരം വരും. അങ്ങനെയാണ് സാർ. അടുത്ത ഒരാൾ വിളിച്ച്. തനുശ്രീ കുട്ടി. ഹായ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാഡം. എടാ ഓക്കെ. എടാ അടിയിൽ 5 ആണെങ്കിൽ മേലെ എന്താണ് ഞാൻ എന്ത് വെച്ച് ഗുണിക്കണം? 2. യെസ്, 2 വെച്ച് ഗുണിക്കുക, 20 വെച്ച് ഗുണിക്കുക. കേട്ടാ 2 ആണെങ്കിൽ ഇവിടെ 6 വരും, ഇവിടെ 10 വരും. ദാറ്റ് ഈസ് 0.6. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. ഇനി എല്ലാവർക്കും നിങ്ങൾക്ക് ഇനി ഓരോ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ. ഈ ഡെസിമലുകളെ ഗുണിക്കാമെന്ന് എല്ലാരും ബോഡി ശ്രദ്ധിച്ചേ. ഇവിടെ ഗുണിക്കണ സമയത്ത് ക്വസ്റ്റിന്റെ ഭാഗത്ത് പോയിന്റ് അതിന് എത്ര ആൾക്കാരുണ്ടെന്ന് എല്ലാരും കൈവീശിയെ. പോയിന്റ് അതിനിട്ട് എത്ര ആൾക്കാരുണ്ടെന്ന് എല്ലാരും കാണിച്ചേ. 2 ആൾക്കാരില്ലേ? ഉത്തരത്തിലും ടോട്ടൽ ഉണ്ടാട്ടോ. ഇവിടെ 1 ഇവിടെ 1 ടോട്ടൽ 2 ആൾക്കാരുണ്ട്. ഉത്തരത്തിൽ അപ്പൊ പോയിന്റ് അതിന് എത്ര ആൾക്കാർ വേണം? 2 ആൾക്കാർ വേണം. അതെങ്ങനെ ചെയ്യും? സാധാരണ 15 × 15 ചെയ്യാം. 225. ഇവിടെ പോയിന്റ് അതിന് 2 ആൾക്കാർ. സോ ഇവിടെ പോയിന്റ് അതിന് 2 ആൾക്കാർ. ഓക്കെ ആണെങ്കിൽ എല്ലാരും കൈവീശി. ഓക്കെ ആണെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിക്കോട്ടെ എല്ലാരും. ഇതൊന്ന് നോക്കിക്കോ. 0.15 × 1.5. ഇവിടെ പോയിന്റ് അതിന് എത്ര ആൾക്കാരുണ്ടെന്ന് എല്ലാരും കൈവീശിയെ. അല്ല കയ്യിൽ ആക്ഷൻ കാണിച്ചേ. എവിടെ? യെസ്, 3 ആൾക്കാർ. അപ്പൊ ഇവിടെ ഉത്തരത്തിൽ എത്ര വേണം? പോയിന്റ് കഴിഞ്ഞ് 3 ആൾക്കാർ. ഇതാണ് ഇതിന്റെ നിയമം. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. സെറ്റ് ആണെങ്കിൽ ഒന്നും കൂടെ കൈയൊക്കെ വീശി കാണിക്കാം. ഇനി അടുത്തത് എന്റെ മക്കള് നോക്കിയേ. ഇത് ഡിവിഷൻ ആണ് വന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇങ്ങനെ ഡിവിഷൻ വരുമ്പോ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാരും ബോഡി ശ്രദ്ധിക്കാടാ. ഡിവിഷൻ വരുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഉള്ളൂടാ. ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാ, ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാ. അല്ല ഇങ്ങനെ എഴുതിക്കോ. ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാ. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലിയർ ആണെങ്കിൽ എല്ലാരും കൈവീശേ. ഇതിനെ 2നെ ഫ്രാക്ഷൻ ആക്കി എഴുതി. ഇനി നമുക്ക് ഡിവിഷൻ ചെയ്യാൻ അറിയാലാടാ. ആദ്യത്തത് അങ്ങനെ തന്നെ എഴുതാ. ഡിവിഷൻ മാറ്റി ഇൻഡു ആക്കി. ഇതിന്റെ എന്ത് ചെയ്യാ? റെസിപ്രോക്കൽ എടുക്കുക. ഓക്കെ ആണെങ്കിൽ ഒന്നും കൂടെ കൈവീശേ. ഓക്കെ ആണെങ്കിൽ എല്ലാ മക്കളും ഒന്നും കൂടെ കൈവീശേ. ഇനി ഒരേപോലെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാ? വെട്ടിക്കളയാ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇതാണ് നിങ്ങളുടെ ഡെസിമൽ മെത്തേഡ്സിന്റെ ആദ്യത്തെ ഒരു ഭാഗം.
ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാം, ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഡിവിഷൻ ചെയ്യുക. സെറ്റാണോ? സെറ്റാണ് എല്ലാവരും കൈവീശിയേ? യെസ്. ഇത് നിങ്ങളുടെ ഒരു ചാപ്റ്ററിന്റെ നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ ഓർമ്മ വന്നെങ്കിൽ എല്ലാവരും നല്ലോണം കൈയൊക്കെ വീശിയേ. എനിക്ക് ഓർമ്മ വന്ന പോലെ തോന്നണില്ലല്ലോ. വന്നാ? യെസ്, മിടുക്കന്മാരാണ്. ഇനി എല്ലാവരും അംശബന്ധത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കിത് രണ്ടും കൂടെ പഠിച്ചിട്ട് ചോദ്യങ്ങൾ മിക്സ് ചെയ്ത് ചെയ്യാം കേട്ടോ. റേഷ്യോ അഥവാ അംശബന്ധത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. കമ്പയർ ചെയ്യുന്ന മാത്സിലെ രീതിയാണ് റേഷ്യോ എന്ന് പറയുന്നത്. ആണെങ്കിൽ കൈവിഷയം. ഇനി അടുത്തത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒരേ യൂണിറ്റിലാണെന്ന് ശ്രദ്ധിക്കണം. സെയിം യൂണിറ്റ്. ഇപ്പൊ നോക്കിയേ, 10 സെന്റിമീറ്ററും 1 മീറ്ററും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇതിലെന്ത് ചെയ്യണം? ഒരെണ്ണത്തിന് സെന്റിമീറ്റർ ആക്കി മാറ്റണം. ആണെങ്കിൽ എല്ലാവരും കൈവീശേ, ആണെങ്കിൽ എല്ലാവരും കൈവീശേ. യെസ്. ഇനി റേഷ്യോ എഴുതേണ്ട രീതിയുണ്ട്. A:B. അതിനെ തന്നെ നമ്മൾ വിളിക്കും A/B. ഇനി ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ ആദ്യം ഗേൾസിന്റെ എഴുതാം, പിന്നെ വേണം ബോയ്സിന്റെ എഴുതാൻ. ഓർമ്മയുണ്ടെങ്കിൽ കൈവീശേ, ഓർമ്മയുണ്ടെങ്കിൽ കൈവീശേ. യെസ്. ഇനി എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിക്കുക. നവനീത, നവനീത്ര, നവനീത്, എന്ത് നവനീതും ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. യെസ്. എടാ ഇനി അവസാനം നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിന്റെ അവസാനം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരു റേഷ്യോ തരും ചോദ്യത്തിൽ, ഒരു ടോട്ടലും തരും. അതിന് നിങ്ങളോട് ഇതിന്റെ ഒറിജിനൽ എത്രയായിരുന്നു റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതിനെ വെട്ടിച്ചുരുക്കിയാണ് ഈ റേഷ്യോ ആക്കി എഴുതണം. റേഷ്യോ പ്ലസ് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. ഓക്കെ ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ട് എല്ലാവരും കൈവീശേ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് റേഷ്യോ ടോട്ടലും തന്നാൽ നിങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ക്ലാസ്സിൽ എല്ലാവരും ബോഡി ശ്രദ്ധിച്ചിരുന്നു. ഒരു ക്ലാസ്സിൽ 1:2 അംശബന്ധത്തിലാണ് ഗേൾസും ബോയ്സും ഉള്ളത്. ഓക്കെ ആണോ കൈവീശേ? ടോട്ടൽ ആ ക്ലാസ്സിൽ 40 പേരുണ്ട്. കൈവീശേ. അങ്ങനെയാണെങ്കിൽ ഗേൾസ് എത്ര, ബോയ്സ് എത്ര? അതിന്റെ ഒറിജിനൽ അല്ല അറിയണ്ട. ഒറിജിനൽ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം റേഷ്യോ വേണം, ദെൻ നിങ്ങൾക്ക് ടോട്ടൽ വേണം. ഇനി ആദ്യം ഗേൾസ് പിന്നെ ബോയ്സ് അല്ലേടാ. ഗേൾസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. എല്ലാവരും ഒന്ന് ഇവിടെ നോക്കി, എല്ലാവരും നോക്കിയേ. ഗേൾസിന്റെ റേഷ്യോ എഴുതാ ബൈ ഇത് തമ്മിൽ കൂട്ടാ. 1+2 എത്രയാടാ? എത്രയാണ്? യെസ്. റേഷ്യോന്റെ സമ്മടിയിൽ എഴുതാ ഇൻറ്റു ടോട്ടൽ എഴുതാ. ഓക്കെ ആണെങ്കിൽ കൈവീശ, ഓക്കെ ആണെങ്കിൽ കൈവീശ. യെസ്. അതുപോലെ തന്നെ ബോയ്സിന്റെ എണ്ണം കാണാനാ. ബോയ്സിന്റെ റേഷ്യോ എഴുതാ ബൈ സം ഓഫ് റേഷ്യോ എഴുതാ ഇൻറ്റു ടോട്ടൽ എഴുതാ. ഓക്കെ ആണെങ്കിൽ ഒന്നും കൂടെ കൈവീശ, ഓക്കെ ആണെങ്കിൽ ഒന്നും കൂടെ കൈവീശേ. അപ്പൊ ആ തന്നിരിക്കുന്നതിന്റെ റേഷ്യോ ബൈ സമ്മ് ഇൻറ്റു ടോട്ടൽ. ഇതാണ് അതിന്റെ രീതി. ഇത് വെച്ച് ധാരാളം ചോദ്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം, റെക്റ്റാങ്കിളിന്റെ വരുമ്പോ ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയാ, പെരിമീറ്റർ ആണ് തരാം. എന്താണ് തരാന്ന് അവിടെ നിന്ന് ഒച്ചയെ പറഞ്ഞേ? പെരിമീറ്റർ ആണ് തരാം. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ വേണ്ടേ? ടോട്ടൽ എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും. ആലോചിക്കാടാ എല്ലാരും അവിടെ ഇരുന്ന് പറഞ്ഞേ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്ററിന്റെ പകുതി. യെസ്. 40 ആണ് പെരിമീറ്റർ ആണെങ്കിൽ ടോട്ടൽ എത്ര എടുക്കണം? 20 എടുക്കണം. സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് തന്നെ. യെസ്. അപ്പൊ ഇതൊക്കെ എല്ലാ മക്കൾക്കും ഓർമ്മ വന്നു വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അതിന് മുമ്പ് ഞാൻ ആ ടെക്സ്റ്റിലേക്ക് പോണതിന് മുമ്പ് ഞാൻ കുറച്ചൊരു ചോദ്യം തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ? എല്ലാവരും ശ്രദ്ധിച്ചു? എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ കോണുകൾ. ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ are in the ratio 1:2:3. ത്രികോണത്തിന്റെ കോണുകൾ 1:2:3 അംശബന്ധത്തിലാണ്. എങ്കിൽ അവയുടെ കോണുകൾ കണ്ടെത്തുക. Find the original measures. Angles of a triangle are in the ratio 1:2:3. Find the original measures. എല്ലാവരും പേന താഴെ വെച്ചേ. എല്ലാ മക്കളും പേന താഴെ വെച്ചേ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇത് പല രീതിക്കേക്ക് ഈ ചോദ്യം വരും. അതും എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ.
എടാ നമ്മുടെ കയ്യിൽ റേഷ്യോ ഉണ്ട്. അംശബന്ധം ഉണ്ടെങ്കിൽ എല്ലാരും കൈവീശേ. അംശബന്ധം ഉണ്ടെങ്കിൽ എല്ലാ മക്കളും കൈവീശേ. പോരട്ടെ. ഇവിടെ എന്ത് സാധനം ചോദ്യത്തിൽ തന്നിട്ടില്ല? ടോട്ടല് തന്നിട്ടില്ല. എന്താണ് തന്നിട്ടില്ലാത്തത്? എല്ലാരും പറഞ്ഞേടാ. ടോട്ടല് തന്നിട്ടില്ല. അപ്പൊ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാ, ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂടെ ചേർത്താൽ എത്ര കിട്ടും? അവിടെ നിന്ന് ഒച്ചയിൽ എല്ലാരും പറഞ്ഞ സാർ ഒരാളെ വിളിച്ചോ. നീളക്കുട്ടി, ത്രികോണത്തിന്റെ 3 കോണുകൾ ചേർത്താൽ എത്ര കിട്ടും? ഏരിയ 3 കോണുകളും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ആലോചിച്ചിട്ട് പറഞ്ഞേ സർ. നെക്സ്റ്റ് അനേ, ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ ചേർത്താല് 180 ഡിഗ്രി. മിടുക്കൻ, 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ടോട്ടൽ ഓൾറെഡി പഠിച്ചിരിക്കണം. ഇത് പല ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് വരും. അതാണ് ഞാൻ എടുത്തെടുത്ത് ഇത് പഠിപ്പിക്കണം. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ. ചിലപ്പോ നിങ്ങളോട് പറയേ ലീനിയർ പെയർ ഇല്ലേ, രേഖീയ ജോഡി, ലീനിയർ പെയർ, ഇവര് തമ്മിലുള്ള റേഷ്യോ 1:2. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എന്താണെന്ന് പഠിച്ചു നോക്കാം. 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു നോക്കാം. ഓക്കെ ആണെങ്കിൽ കൈവീശ. ഇവിടുത്തെ ടോട്ടൽ 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആംഗിളും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാം. സെക്കൻഡ്, എല്ലാരും വേഗം കണ്ടുപിടിച്ചേ. ഈ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ, അതുകൊണ്ട് ചോദ്യം എഴുതിയെടുക്കാൻ മറക്കരുത്. തേർഡ് ആംഗിൾ. ഫസ്റ്റ് ആംഗിൾ കാണുന്നത് മാത്രം പറഞ്ഞാൽ ബാക്കി നിങ്ങൾ പറയണോ കേട്ടോ. ഫസ്റ്റ് ആംഗിളിന്റെ റേഷ്യോ ബൈ സം ഒന്ന് കണ്ടുവെക്കാം. സം ഓഫ് റേഷ്യോ 1 + 2 + 3 6. 6 × 180. 6ല് 18 3 വട്ടം ഒരു 0 ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ കിട്ടി 30 ഡിഗ്രി. സാർ അങ്ങനെയാണ്. അടുത്ത ഒരാൾ വിളിച്ചോ. ക്രിസാൻഡിയ കുട്ടി അൺമ്യൂട്ട് ചെയ്തേ. ക്രിസാൻഡിയ കുട്ടി ഇടയിട്ട് അൺമ്യൂട്ട് ചെയ്യണില്ലല്ലോ. ചേട്ടനോട് പറഞ്ഞു വിടണോ ഞാൻ ആൻസർ ചോദിക്കുമ്പോ അൺമ്യൂട്ട് ചെയ്യണില്ലെന്ന്? ഞാൻ ചേട്ടനോട് പറഞ്ഞോളാം. ആകാശേ, ഗുഡ് ഈവനിങ്. എടാ സെക്കൻഡ് ആംഗിൾ ആണെങ്കിൽ സെക്കൻഡിന്റെ റേഷ്യോ എഴുതാ. ടോട്ടൽ എത്രയാണ്? സം എത്രയാണ്? 6 ഇൻറ്റു ടോട്ടൽ 180 അല്ലേ? 6ല് 18 എത്ര വട്ടം പോടാ? ഒരു 0 കൊണ്ടുണ്ട്, ആ 0 ഇട്ട് കൊടുക്കാം. 3 × 2 60. യെസ്, 6 ഒരു 0 ഇട്ട് കൊടുക്കാം. 60 ഡിഗ്രി. അങ്ങനെയാണ് സാർ. അടുത്ത ഒരാൾ വിളിച്ച്. അദ്വൈത് മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം കൂട്ടോ? ഗുഡ് ഈവനിങ്. മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയാ കൂട്ടാ. മൂന്നാമത്തെ എല്ലാരും തന്നെ ചെയ്ത് നോക്കോട്ടോ. പറ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? 3/6 × 3/6 × 180. 30 90. എടാ 30 60 90 കിട്ടിയവരൊക്കെ കൈവീശേ. 30 60 90 കിട്ടിയവര് എല്ലാരും പോരട്ടെ. എടാ ഇത് പല രീതിയിൽ ചോദിക്കും. ഒന്നും കൂടെ ഞാൻ പറയാം. രേഖീയ ജോഡി ചോദിച്ചാൽ ഇതുപോലെ തന്നെ ചെയ്യാം. ടോട്ടല് 180. സെറ്റ് ആണെങ്കിൽ എല്ലാരും കൈവീശേ. സെറ്റ് ആണെങ്കിൽ ചെയ്തു നോക്കിയാ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത റേഷ്യോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളോടെ ചെയ്തിട്ട് നമ്മൾ റേഷ്യോ നിർത്തും. റേഷ്യോയിൽ സാർ ടെക്സ്റ്റ് എടുത്തോടാ. ടെക്സ്റ്റിൽ ലാസ്റ്റത്തെ എക്സസൈസ് ഇല്ല അല്ല എടുത്തോ. അതെടാ ആ പേജ്. യെസ്. എടാ മക്കളെ, ഞാൻ പറയണ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും നോക്കാം. എടാ സാറേ കാണിച്ചു. യെസ്, എന്റെ മക്കളെ നാലാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. നാലാമത്തെ ചോദ്യം അത് ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ ചോദ്യം വായിച്ചേ. ഒരു ലൈൻ വരക്കണം. AB എന്ന് പറയുന്ന ലൈൻ വരക്കണം. അത് 9 സെന്റിമീറ്റർ ലോങ് ആയിരിക്കണം. നിങ്ങൾ AB ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചാണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്താൻ പഠിച്ചിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു പഠിക്കേ. ഇമ്മാനുവൽ എല്ലാരും ക്വസ്റ്റ്യൻ വായിച്ചേ. ഡ്രോ എ ലൈൻ AB എന്ന് പറയുന്ന വര വരക്ക.
മാർക്ക് എ പോയിന്റ് പി. അതിൽ പി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ദെൻ ലെങ്ത്സ് ഓഫ് എ പി ആൻഡ് പി ബി ഷുഡ് ബി ഇൻ ദ റേഷ്യോ 1:2. അതായത് പി എന്ന് പറഞ്ഞ വര മുറിച്ചിട്ടുണ്ടല്ലോ, അത് 1:2 ആ വര മുറിച്ചേക്കണത്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് പി എത്രമാത്രം ദൂരെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെയാണ് പറയണത്. സാർ മാറ്റി. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരുന്നേ. പേന താഴെ വെച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയണതാണ്, അറിയാത്തവരൊക്കെ ശ്രദ്ധിച്ചിരിക്കും. ഒരു വര വരക്ക എ ബി, അതിലൊരു പോയിന്റ് ആണ് പി. ദെൻ ഇത് രണ്ടും മുറിച്ചിരിക്കുന്ന 1:2 അംശബന്ധത്തിലാണ് റേഷ്യോ. വരയുടെ ടോട്ടൽ നീളം 9 ആണ്. ടോട്ടലും റേഷ്യോവും ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും കൈ വീശേ. ടോട്ടലും റേഷ്യോ വേഗം കണ്ടുപിടിച്ചോ, ഞാൻ ഓരോരുത്തരെ വിളിക്കും കേട്ടാ. ആരോന്ന് വിളിച്ച സാർ? ആ, റേഷ്യോ തന്നിട്ടുണ്ട്, ടോട്ടൽ തന്നിട്ടുണ്ട്. യെസ്, ഗുഡ് ഈവനിങ്. എടാ ഇവിടെ റേഷ്യോന്റെ സം എത്രയാണ്? 3. മിടുക്കൻ. 1 + 2 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എ പി കണ്ടുപിടിക്കാം. എ പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ പിയുടെ റേഷ്യോ എത്രയാണ്? 1 by 9. 3 into 9. 3 into 9. 3 into 9 എത്ര ടൈംസ് ആവും? 3. 1 into 3? 3. ഓക്കെ. ഇനി നിനക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ഇത് കണ്ടുപിടിക്കാം. ഈ നീളം 9 ന്ന് 3 കുറച്ചാ പോരെ, ബാക്കി എത്രയെന്ന് കാണാൻ. അല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? ബി പി ബി പിയുടെ റേഷ്യോ എഴുതാ by 3 into 9. 6 സെന്റിമീറ്റർ അപ്പോഴും കിട്ടൂലേ? യെസ്, ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും ഓക്കെ ആണ്? കൈവീശിയേ. ഓക്കെ ആണ്? കൈവീശിയേ. പോരട്ടെ. യെസ് സാർ, വിളിച്ചു. ആകാശ്. യെസ് ആകാശ്. ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ്. ചോദിക്കൂ. മറ്റേ പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അതിപ്പോ ചെയ്യും. അതല്ല അപ്പൊ ഈ ഏരിയ എന്നുണ്ടെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ? ഏരിയ ഒന്നും തരൂലടാ, ചുറ്റളവല്ലേ തരുള്ളൂ. ചോദ്യത്തിൽ ഏരിയ ഒന്നും തരൂല. ഏരിയ എന്നിട്ട് എങ്ങനെ വരക്കാനാണ് നിങ്ങൾ? റേഷ്യോ എനിക്ക് എങ്ങനെയാണ് ഏരിയ പറയാ? ഓക്കെ, യെസ് സർ. അങ്ങനെയാണെങ്കിൽ അതിൽ 6ാമത്തെ ചോദ്യം അവർ കാണിച്ചു കൊടുത്തോടാ. എടാ മക്കളെ ശ്രദ്ധിക്കാം. 6ാമത്തെ ചോദ്യം വായിച്ച 6ാമത്തെ എ സെക്ഷൻ മാത്രം വായിച്ചാൽ മതി. 2 സബ് ക്വസ്റ്റ്യൻ വായിക്കണ്ട. ഡ്രോ ഒരു റെക്ടാങ്കിൾ വരക്കണം. അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവ്, 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും ചേർന്നിട്ടുള്ള അളവ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അവരുടെ സൈഡുകളുടെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 1:2. സാറെ മാറ്റിക്കോ. എടാ നമുക്കറിയാം ഒരു റെക്ടാങ്കിൾ വരക്കണമെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും വേണമെങ്കിൽ എല്ലാവരും കൈവീശിയ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നേക്കണം അവരുടെ റേഷ്യോയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതിയാണ്. പെരിമീറ്ററിന്റെ പകുതി എത്രയാണ്? 30ന്റെ പകുതി 15. സെറ്റ് ആണെങ്കിൽ കൈവീശ. ഇതാദ്യമേ എല്ലാവരും എഴുതി വെക്കാം. ഇനി പഴയ പോലെ തന്നെ, വേറെ ഒന്നുമില്ല. ഇതിനെ ലെങ്ത് ബ്രെഡ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. വേണമെങ്കിൽ ഇതിനെ ബി ആയിട്ട് എടുക്കുക, ഇതിനെ എൽ ആയിട്ട് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോ വരക്കാൻ പോണേനെ എല്ലാവരും ശ്രദ്ധിക്കാം. നമുക്ക് വേണമെങ്കിൽ ബ്രെഡ്ത്ത് ലെങ്ത് കൂടുതലുള്ള എടുക്കാം, ബ്രെഡ്ത്ത് ചെറുതെടുക്കാം. ഓക്കെ, ബി കണ്ടുപിടിക്കാൻ ബിയുടെ റേഷ്യോ ബൈ സം ഇൻറ്റു ടോട്ടൽ. 3 ൽ 15 5 വട്ടം. ഇനി അടുത്തത് എല്ല് കണ്ടുപിടിക്കാൻ എല്ലിന്റെ റേഷ്യോ ബൈ 3 ഇൻറ്റു ടോട്ടൽ. എല്ലാരും ചെയ്ത് നോക്കിക്കോ. 10 സെന്റിമീറ്റർ കിട്ടി. ഇനി നിങ്ങൾക്ക് റെക്ടാങ്കിൾ വരക്കാൻ എളുപ്പമല്ലേ? ഒരു 10 സെന്റിമീറ്റർ താഴെ വരക്കാം. 90 ഡിഗ്രി പ്രൊട്രാക്ടറിൽ ഇതിങ്ങനെ 2 എണ്ണം വരച്ചിടാ. ബ്രെഡ്ത്ത് 5 സെന്റിമീറ്റർ അതിൽ മാർക്ക് ചെയ്യാ. എന്നിട്ട് എന്ത് ചെയ്യാ? ജോയിൻ കൊടുക്ക. ഇത്ര ഉള്ളു പരിപാടി. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക കേട്ടാ. ചോദിച്ചോ. ദാവൂദാ ആൽബനോ മോനെ വീഡിയോ ഓൺ ആക്കിയടാ കൂട്ടാ. എന്താണ് ഈ വീഡിയോ ഓഫ് ആണല്ലോ? വീഡിയോ കണക്ട് ചെയ്തേ നീ ആ സൈഡില്. ഓക്കെ. എന്തൊറ്റി? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയപ്പോ എനിക്കൊന്നും പറഞ്ഞു തരുമോ? മനസ്സിലായില്ല. എടാ ഇത് സ്റ്റഡി സെക്ഷൻ ആണ്. 5:30 കേറണം.
നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ടൈം ഇതിലില്ല. ബാക്കി പിള്ളേരെല്ലാവരും പഠിക്കാൻ വേണ്ടി മീൻസ് അവർ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി ഇരിക്കണല്ലേ. അപ്പൊ എന്താ ലേറ്റ് ആയേ? ആ സ്കൂളിൽ നിന്ന് എത്തിയതുണ്ടായിരുന്നുള്ളൂ. നാളെ മുതൽ ഒരു 5:30 ആകുമ്പോഴേക്കും എത്താട്ടാ. ഓക്കെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സ്റ്റഡി സർക്കിളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ടീച്ചർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ കിട്ടും കേട്ടോ. അങ്ങനെയാണ് മക്കൾ ഇവിടെ ശ്രദ്ധിക്ക. ഇനി നമ്മൾ പറയാൻ പോണത് ഡെസിമൽസ് ചാപ്റ്റർ ആണ്. എല്ലാരും ശ്രദ്ധിക്കുക. സാറേ ഡെസിമൽ എടുത്തോട്ടോ. ലാസ്റ്റത്തെ എക്സസൈസ് ഏതെങ്കിലും എടുത്തോ. എടാ എല്ലാരും ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റത്തെ എക്സസൈസ് ചെയ്താണ്ട് തുടങ്ങാം. സാറേ കാണിച്ചു. ഇതിൽ ഞാൻ പറയണ ചോദ്യം വായിച്ചേ. എ വെസൽ കണ്ടെയ്ൻസ് വായിച്ച എല്ലാരും. മലയാളം മീഡിയംകാര് ടെക്സ്റ്റ് എടുക്കാം കേട്ടോ. എ വെസൽ കണ്ടെയ്ൻസ് 4.05 ലിറ്റേഴ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ. ഒരു വെസലില് മൊത്തം 4.05 ലിറ്റർ ഓഫ് കോക്കനട്ട് ഓയിൽ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിൽ 0.45 ലിറ്റേഴ്സ് വരുന്ന ബോട്ടിൽ എന്ത് ചെയ്യണം? ആ എണ്ണ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യാൻ പോണത്? 0.5 ലിറ്റേഴ്സ് വരുന്ന ഓരോ കുപ്പി നിറക്കാൻ പോണത്. അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള ചോദ്യം അങ്ങനെ എത്ര കുപ്പികൾ വേണമെന്ന്. എല്ലാരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ഇവിടെ മറക്കരുത്. സാറേ മാറ്റിക്കും. നിങ്ങൾ ഓൾറെഡി 10 എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിച്ചിട്ടുണ്ട്. TEN. T മീൻസ് ടോട്ടൽ. ഇത് നിങ്ങൾക്ക് എല്ലാ പാഠത്തിലും പറ്റൂട്ടാ. E മീൻസ് ഈച്ച് ക്വാണ്ടിറ്റി, ഓരോ അളവ്, ഈച്ച് ക്വാണ്ടിറ്റി. N is equal to നമ്പർ, എണ്ണം. എല്ലാരും ഇവിടെ നോക്കി, എല്ലാരും ബോർഡിൽ നോക്കിയേ. എന്നാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ അതുപോലെ നടക്കുന്നുണ്ട്. T/E ചെയ്യാം, ടോട്ടൽ ബൈ E ചെയ്യാം. E ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തന്നെ നടപ്പുണ്ട്. T/N ചെയ്യാം. അല്ല നിങ്ങൾക്ക് T ആണ് കണ്ടെങ്കിൽ നോക്കിയാടാ, ഇത് അടുപ്പിച്ചല്ല നടക്കണം. ദാറ്റ് ഈസ് E × N. ഓക്കെ ആണെങ്കിൽ എല്ലാവരും കൈവീശ. ഓക്കെ ആണെങ്കിൽ എല്ലാവരും കൈവീശ. അപ്പൊ നിങ്ങൾക്ക് ടോട്ടലും ഈച്ച് നമ്പറും കാണാനുള്ള ഉണ്ടാവും. നമ്മളുടെ അടുത്ത് ഇവിടെ ഇത് 0.45 ലിറ്റേഴ്സ് തന്നെ കുപ്പികളാണിത്. ഇങ്ങനത്തെ എത്ര കുപ്പി ഇത് ഉപയോഗിച്ച് നിറക്കാൻ പറ്റുമെന്നാണ് ചോദ്യമെങ്കിൽ എല്ലാവരും കൈവീശി. ഇത്ര എണ്ണ ഉപയോഗിച്ച് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാരും ശ്രദ്ധിക്കാൻ, നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ കണ്ടുപിടിക്കാൻ ടോട്ടല് 4.05 ആണ്. എത്ര കുപ്പി, എത്ര വീതമുള്ളത്? 0.45. നേരത്തെ പറഞ്ഞ പോലെ എല്ലാരും ബോഡി ശ്രദ്ധിച്ചാൽ എല്ലാരും ബോഡി ശ്രദ്ധിച്ച്. ഇതിനെ നമുക്ക് എഴുതാം 4.05 ഡിവിഷൻ 0.45. ഇതിനെ ഫ്രാക്ഷൻ ആക്കാം. സാറേ ഇതിനെ ഫ്രാക്ഷൻ ആക്കി തരാൻ ഒരാളെ വിളിച്ചേ. ആപ്റ്റൻ, ആപ്റ്റി, ആപ്റ്റൻ. ഗുഡ് ഈവനിങ്. ഇതിനെ ഫ്രാക്ഷൻ ആക്കി തന്നെ. ഫ്രാക്ഷൻ ആക്കാൻ 4/4. ഇതിനെ മൊത്തത്തിൽ കൂട്ടി എഴുതാൻ പറഞ്ഞ ആദ്യം. എന്നിട്ട് എന്താണ് പറയാത്തത്? പോയിന്റ് അതിന് എത്ര ആൾക്കാരുണ്ട് ഇവിടെ? 2. അപ്പൊ അടിയിൽ ഞാൻ എന്ത് എഴുതണം? 100. അപ്പൊ അറിയാം. ഇനി ഡിവിഷൻ അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ 45 അങ്ങനെ തന്നെ എഴുതാം. പോയിന്റ് അതിന് എത്ര ആൾക്കാരുണ്ട്? 2. അപ്പൊ അടിയിൽ എന്ത് എഴുതണം? 100. ഇനി ഞാൻ ഡിവിഷൻ ചെയ്യാൻ ഇതിന് അങ്ങനെ തന്നെ എഴുതാം. ഈ ഡിവിഷൻ മാറി എന്ത് സൈൻ ആവും? മിടുക്കൻ. ഇതിന്റെ എന്ത് എടുക്കാം? റെസിപ്രോക്കൽ എടുക്ക. എന്തെടുക്ക? വിപരീത ചിഹ്നം. 100 വിട്ടല്ല. യെസ്. ഇനി ഇതൊന്ന് വെട്ടണം. എല്ലാരും നോക്കിക്കോ. 405 45. ഓക്കെ, ഇതിന്റെ ടേബിളിലാണ് നോക്കാം. എടാ നമ്മൾ ഒരു കറക്ഷൻ പറയാം, അല്ല കറക്ഷൻ അല്ല, ഒരു കാര്യം പറയാം. നമ്മൾ പൊതുവെ ഇവിടെ ടെക്സ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ആണ് ഇടാറ്. കാരണം ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒപ്പം ഒരു കാര്യം പറയാറുണ്ട്, മലയാളം മീഡിയം മക്കളോട് ടെക്സ്റ്റ് എടുക്കാൻ. അത് ശ്രദ്ധിച്ച് കേൾക്കാടാ. മലയാളം മീഡിയംകാർ ടെക്സ്റ്റ്, കാരണം ഇത് രണ്ടും കൂടെ നമുക്ക് സ്ക്രീനിൽ ഇടാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയംകാർ മെജോറിറ്റി ഉള്ളതുകൊണ്ട് ആ ടെക്സ്റ്റ് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ട് മലയാളം മീഡിയംകാരുടെ അടുത്ത് ഇത് വായിക്കാൻ പറയാം. പിന്നെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണുണ്ട് മലയാളത്തിൽ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ആണോ കൈവീശിയെ?
82 ഇടാ, പേജ് 82. ആരോ കേട്ടിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കാം. ഇനി 45×9 എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാരും ചെയ്ത് നോക്കാം, എല്ലാരും ചെയ്ത് നോക്കാം. 5 4 36 36 4 4 9 കിട്ടിയെങ്കിൽ എല്ലാരും കൈവീശു. 9 കിട്ടിയെങ്കിൽ കിട്ടിയാ സാറേ? മോനെ ഫ്രീക്ക്. ഓക്കെ, അപ്പൊ 9 ബോട്ടിൽസിലാണ് നിറക്കാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനത്തെ കണക്ക് വന്നാൽ ചെയ്യോ? ഇങ്ങനത്തെ കണക്ക് വന്നാൽ എന്റെ മക്കൾ എന്താണ് ചെയ്യാൻ പഠിക്കേണ്ടത്? ഇതങ്ങോട്ട് വരക്കാം, 10 അങ്ങോട്ട് എഴുതാം. നോക്കിയത് ഇങ്ങനെ എഴുതാം, 10 TEN. 10 എന്ന് പറഞ്ഞാൽ ടി ടോട്ടൽ, ഈ എന്ന് പറഞ്ഞാൽ ഈച്ച്, ഏറ്റവും ചെറുത് ഈച്ച്, ഏറ്റവും വലുത് ടോട്ടൽ. എല്ലാവരും അവിടെ ഇരുന്ന് ഒച്ചയെ പറഞ്ഞേ. ഏറ്റവും കൂടുതലുള്ള വാല്യൂല്ലേ അത് ടോട്ടൽ, ഏറ്റവും ചെറുതുള്ളത് ഈച്ച്. എല്ലാരും പറഞ്ഞേ. ആ, ഇനി ഇത്ര പാക്കറ്റ് എന്നൊക്കെ പറയില്ല, 5 പാക്കറ്റ്, ഇത്ര പാക്കറ്റ് എണ്ണം പറയൂലേ, അത് നമ്പർ. സെറ്റാണ് കൈവിശേ? ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഒരാളെ വിളിച്ചേ. ബിന്ദ്ര. ബിന്ദ്ര കുട്ടി, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിനക്ക് മനസ്സിലായോന്ന് അറിയാൻ വേണ്ടിയാണ്. ചോദിക്കട്ടെ സാർ? ടെക്സ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ആണോ? ഓക്കെ സാർ, ടെക്സ്റ്റ് ഒന്ന് ഇട്ടെ, ടെക്സ്റ്റ് മാത്രം ഇട്ടിട്ട്. അതിൽ രണ്ടാമത്തെ ചോദ്യം നീ കണ്ട? രണ്ടാമത്തെ ചോദ്യം ഒന്ന് നീ വായിച്ചേ. A iron rod 17.5 meters long is cut into pieces of length 2.5 meters each. How many pieces are there? നിനക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ടോട്ടൽ എത്രയാണ് തോന്നി? ടോട്ടൽ എത്രയാണ്? 17.5 meter. അതിൽ ഈച്ച് തന്നിട്ടില്ല, ഈച്ച് എത്രയാണ്? 2.5 meter. നമ്മ കണ്ടുപിടിക്കേണ്ട എന്താണ്? നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Total by each. മിടുക്കി, അടിപൊളി, നല്ലൊരു കൈയടി കൊടുത്തേടാ. യെസ്, സോ ഗുഡ്. അങ്ങനെയാണെങ്കിൽ സാർ ടെക്സ്റ്റ് മേളിലേക്ക് കാണിച്ചോ. നമുക്ക് അടുത്ത എക്സസൈസ് ഒന്ന് പരിശോധിക്കാം. ഇത്രയും എടുത്തത് എല്ലാവരും ഒന്ന് നോക്കിയേ. ജസ്റ്റ് റേഷ്യോ ഒന്ന് എല്ലാവരും മറിച്ച് നോക്കാം. ഡെസിമൽസ് നിങ്ങൾ എഴുതിയതൊക്കെ ഒന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ചാപ്റ്ററുകളാണ്. നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചതിനപ്പോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കൈവീശേ. നിങ്ങളിപ്പോ അതിനേലും വലിയ ജിമിട്ട് സാധനങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഈ പഴയതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നണുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മര്യാദ പഠിച്ചിട്ടുണ്ട്. ഓക്കെ സാർ എടുത്തോ. യെസ്, ഇട്ടോ. 81ാമത്തെ പേജ്, മലയാളം മീഡിയംകാര്, പേജ് നമ്പർ 81ാമത്തെ പേജ്. മക്കളെ അതില ഒന്നാമത്തെ ചോദ്യം സാറേ എല്ലാരും വായിക്കണുണ്ടോ നോക്കോട്ടാ. വായിക്കാത്തവനെ പിടിച്ചോ. അനെ വായിച്ചാടാ. ഒരു റിബൺ 14.5 സെന്റിമീറ്റർ ലോങ്. അത് ഏറ്റവും വലിയ വാല്യൂ അല്ലേ, അപ്പൊ അത് ടോട്ടൽ ആയിരിക്കും. 14.5 സെന്റിമീറ്റർ ലോങ് ഉള്ള ഒരു റിബൺ കട്ട് ഇൻ ടു 2 ഈക്വൽ പീസസ്, 2 പീസുകളായിട്ട് മുറിച്ച്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇൻ സെന്റിമീറ്റർ? ഓരോ പീസ് സാറ് മാറ്റിക്കോ. എല്ലാരും നോക്കിയടാ. 14.5 മീറ്റർ വന്ന റിബൺ 2 ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിച്ച്. അങ്ങനെയെങ്കിൽ ഈ മീറ്റർ എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ ആണല്ലോ സാർ? ഒരാളെ വിളിച്ചോ. ശ്രീനന്ദക്കുട്ടി. ശ്രീനന്ദ സംസാരിച്ചോ? ഹലോ, സൗണ്ട് ഇല്ല സാർ. സൗണ്ട് ഒക്കെ ശരിയാക്ക് സാർ. നെക്സ്റ്റ് ആര്യനന്ദൻ. മോനെ നേരക്കിരുന്ന് ക്ലാസ് കണ്ടടാ. ആര്യ. ഹലോ. മുടി വെട്ടൊക്കെ കണ്ട സെക്കൻഡ്. യെസ്. ഇതില് ടോട്ടൽ എത്രയാണ് പറഞ്ഞേ? 14.5. ഓക്കെ, മിടുക്ക്. ഇതിൽ ഈച്ച് ആണോ തന്നേക്കണ, നമ്പർ ആണോ തന്നേക്കണ? ഈച്ച്. 2 പീസസ് എന്നൊക്കെ പറയുമ്പോളാ എടാ 2 പീസസ്, 5 ഷർട്ട്, 10 പാക്കറ്റ്സ്, 4 ബോട്ടിൽസ്, ഇതൊക്കെ എണ്ണല്ലേ ആണാ? അപ്പൊ ഇതിന്റെ നമ്പർ എന്നല്ലേ പറയണത്? നമ്മ കണ്ടുപിടിക്കേണ്ടത് ഇത് ഓരോന്നിന്റെ നീളം അല്ലേ. ഓരോന്നിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഈച്ചല്ലേ കണ്ടുപിടിക്കേണ്ട കൂട്ടാ. ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഈച്ച്. മാറിപ്പോകോ ഇനി? ഈച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നീ ഇതിന്ന് പറഞ്ഞേ.
ടോട്ടൽ ആ ടോട്ടൽ ബൈ ആ ഈച്ച് നമ്പർ. ഈച്ചാണ്ട് അല്ല, പിടിക്കാം. ടോട്ടൽ ബൈ ഈച്ചാ ടോട്ടൽ ബൈ നമ്പർ. നമ്പർ. എടാ നീ ഇതിന്ന് തന്നെ നോക്കിക്കോ. ഈസിക്കൽ ടു ടി ബൈ എന്നല്ല ഇവിടെ നമുക്ക് കാണുന്നത് ആ ആണ്. അപ്പൊ അത് ഞങ്ങൾ എഴുതി വെച്ചാ പോരെ. ആ ടോട്ടൽ എത്രയാണ് കൂട്ടാ? 14.5. ബൈ 2 അല്ലേ? ആ അതെ. 14 ബൈ ഇതിനിങ്ങനെ എഴുതിയാ കുഴപ്പമുണ്ടോ? ഇല്ല. ഇല്ല. ഇനി നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ ആക്കാം. ആ 145 ബൈ 10 എഴുതിയാ കുഴപ്പമുണ്ടോ? ഇല്ല. ഇല്ല. ഈ ഡിവിഷൻ മാറ്റി എന്താക്കണം? ഇൻറ്റു ഇതിന്റെ എന്തെടുക്കണം? റെസിപ്രോക്കൽ. മിഡക്കൻ. രണ്ടിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 2/1 എന്നല്ലേ രണ്ടിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ 1/2 സെറ്റ് ആണോ? ആ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റണത് എന്ത് ചെയ്യാം മക്കള്? ക്യാൻസൽ ചെയ്യാം. ആ ഓക്കെ അല്ലേ? ഒന്ന് വേഗം ഇത് സോൾവ് ചെയ്ത് എല്ലാരും. ഇത് വേഗം എല്ലാരും ഒന്ന് സോൾവ് ചെയ്തേ. വേഗം സോൾവ് ചെയ്ത് കഴിഞ്ഞവരെ കൈവീശ. 145 ഇത് വേണമെങ്കിൽ 2 × 10 20 എഴുതാം. ഇനി 140 പോകൂല. പക്ഷെ 2 × 7 145 പോകില്ല. 140 പോകും. പോകില്ല. എല്ലാരും കൈവീശേ. കൈവീശ. അപ്പൊ 7 140 പോകും. 5 പോകൂല. പോയിന്റ് ഇട്ട് കൊടുക്കാം. 0 ഇടാം. 2 40 പോകും. 1 0 പോകൂല. 0 ഇടാം. 5 100 പോകും. ദാറ്റ് ഈസ് 7.25 മീറ്റർ ആണ് ഓരോ ഭാഗം. ഓക്കെ ആണെങ്കിൽ എല്ലാരും കൈവീശ. ഓക്കെ ആണെങ്കിൽ എല്ലാ മക്കളും കൈവീശ. പോരട്ടെ പോരട്ടെ പോരട്ടെ. എവിടെ എവിടെ? യെസ്. ഇത് നിങ്ങൾ എൻ്റെ മക്കൾ ഇത് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കിടക്കണ ചോദ്യങ്ങൾ. ഇപ്പൊ ഷർട്ട് എത്ര തയ്ക്കാൻ പറ്റും, ഇത്രയും ഇതുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോട്ടലും നമ്പറും മനസ്സിലാക്കാം, ഈച്ചൊക്കെ മനസ്സിലാക്കാം. ഓക്കെ ആണോ? സ്വന്തമായിട്ട് ചെയ്തവര് കൈവീശേ. ഇത് സ്വന്തമായിട്ട് ചെയ്തവര്. ആൽബനോ ചെയ്താ? ചെയ്തില്ല സാർ എല്ലാരും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മേലെ എക്സസൈസിൽ അതെടുത്തു. ഓക്കെ, പേജ് നമ്പർ 80 എടുത്തേടാ. സാറേ കാണിച്ചു. എടാ ഇതില് മലയാളം നമ്പർ അല്ല, മലയാളം മീഡിയം പേജ് നമ്പർ ഉണ്ട്. ഓക്കെ, എല്ലാവരും ഞാൻ പറയണ ചോദ്യം, ആദ്യത്തെ ചോദ്യം വായിച്ചേ. ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ. ഇതെന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഡെസിമൽ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണത്. ഓക്കെ, അപ്പൊ എന്റെ മക്കള് അതിൽ 4/5 1/20 എഴുതിയേ. 4/5 1/20. എന്നിട്ട് ആദ്യം ചെയ്ത് കഴിയണ ഒരു കൈവീശണോട്ടാ. സാർ ഓരോരുത്തരും സാറെ മാറ്റിക്കോ. ദേവിക കുട്ടി, ഹലോ, അൺമ്യൂട്ട് ചെയ്ത ദേവിക. ദേവിക യൂണിഫോം ഇട്ടിരിക്കണ ദേവിക അൺമ്യൂട്ട് ചെയ്തേടാ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്താണ് ഭയങ്കര നാണോക്ക? പേടിയാ? പേടിച്ചിരിക്കണ എന്താണ്? ഞങ്ങളൊന്നും ചെയ്യൂല, പേടിക്കണ്ട. കുറച്ച് ബാക്കോട്ടിരുന്ന കാണില്ലല്ലോ. ക്യാമറ ഒന്ന് കുറച്ച് പൊക്കി വെച്ചേ. എന്റെ പൊന്നിത്തര സുന്ദരിയായിട്ടാണ് ഇങ്ങനെ മറഞ്ഞു, അതുകൊണ്ടായിരിക്കും സാറേ മറഞ്ഞു. ഓക്കെ, എടാ താഴെ 5 ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം ഇവിടെ 10 20 അല്ല 10 100 1000 ഒക്കെ എത്തിക്കാന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം അല്ലേ? അപ്പൊ 5 ആണെങ്കിൽ മേലെയും താഴെ എന്ത് വെച്ച് നമ്മ ഗുണിക്കണം? യെസ്, മിണ്ടിക്ക് 2. അപ്പൊ ഇവിടെ 10 ആകൂലേ? 4 × 2 എത്രയടാ? 8. ഇത് ഡെസിമലായ ഇല്ലല്ല. 8 അങ്ങനെ തന്നെ എഴുതാ. അടിയിൽ ഒരു 0 ആണെങ്കിൽ പോയിന്റ് അതിന് എത്ര ആള് വേണോടാ? ഒരാള്. മിടുക്കി. സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണ് സാർ അടുത്ത ഒരാൾ വിളിച്ചേ. റെയ്ഹാൻ. റെയ്ഹാനെ, യെസ്. എടാ 20 ആണെങ്കിൽ മേലെ എന്താണ് ഞാൻ എന്ത് വെച്ച് ഗുണിക്കണം? 20
5 മിടുക്കൻ. 20 ആണ് 5 വെച്ച് ഗുണിക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? 100 100. ഇവിടെ എന്ത് ചെയ്യാ? 5 എഴുതാം. സെറ്റ് അല്ലേ? ആ യെസ്. ഇനി ഇത് ഡെസിമൽ ആയ? ഇല്ല ഇല്ല. 5 അങ്ങനെ തന്നെ എഴുതാം. പോയിന്റ് അതിന് എത്ര ആൾക്കാർ വേണം? 2 0 പക്ഷെ ഇവിടെ ആകെ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഒരു 0 ഇട്ടിട്ട് പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം. സെറ്റ് ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെല്ലാരും ഇതൊന്ന് വേഗം എഴുതിയാടെ. ഇതെല്ലാ മക്കളും വേഗം എഴുതാം കേട്ടോ. എല്ലാ മക്കളും ഇത് വേഗം എഴുതും. എടാ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. യെസ്. ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിയാ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിക്ക് ഞാൻ ആക്കി തരാം. ഇതിനെന്ത് ഇങ്ങനെ ഒന്ന് എഴുതിയ നിങ്ങൾ. ഇതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ചെയ്യാൻ. ആദ്യം ഫ്രാക്ഷൻ ആക്ക. സാർ ഒരാളെ വിളിച്ചു. ഏഞ്ചൽ ബിജു എന്തായടാ ചോദിക്കോ? ടീച്ചർ മോളില് 4/5 ടെക്സ്റ്റില് 3/5 ആണല്ലോ. എടാ ഇത് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ അല്ലേ? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓക്കെ. അല്ല രണ്ടാമത്തെ ഒന്നാമത്തെ എന്താണ് ചെയ്ത് നോക്കിക്കോ. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. എല്ലാം ഒരേ മെത്തേഡാണ്. ഇതൊന്ന് വേഗം ചെയ്തോ. എടാ ഇത് നോക്കിയേ. ഇതെങ്ങനെ സോൾവ് ചെയ്യാ? ഇതിനാദ്യം എന്താക്കി മാറ്റാ? ഡെസിമൽ ഫോമിലേക്ക്. അപ്പൊ ഇതെന്ത് ഫോമാ? അല്ല ഫ്രാക്ഷൻ ഫോമിലേക്ക്. ഇത് കൂട്ടി എഴുതണ്ടേ? ബൈ പോയിന്റ് അതിന് എത്ര ആൾക്കാരാ? 2 ആൾക്കാർ. അപ്പൊ അടിയിൽ എന്തിടാ? 100. ഡിവിഷൻ അങ്ങനെ തന്നെ ഇട. ഇപ്പൊ ഇതിനെ 0.35 മാറ്റി 356 ആക്കാം. ഇവിടെ പോയിന്റ് അതിന് എത്ര ആൾക്കാരാ? 3 ആൾക്കാര്. 1000 എഴുതാം. ആദ്യത്തെ ആൾക്കാർ അങ്ങനെ തന്നെ എഴുതാം. സെറ്റ് അല്ലേ? ഹരണം മാറ്റി എന്താക്കാ? ഇതിന്റെ എന്തെടുക്കാ? റെസിപ്രോക്കൽ. മിടുക്കിയാണ്. ഒരേപോലെയുള്ളത് എന്ത് ചെയ്യാ? വെട്ടിക്കളയാം. 2 0 ഇവിടെ ഉണ്ട്. ഇവിടെ 2 0 ഉണ്ട്. ബാക്കി എന്തുണ്ടടാ ഉത്തരം? 10. സെറ്റ് അല്ലേ? ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ബാക്കി ഇവിടെ 10. ഓക്കെ ആണെങ്കിൽ എല്ലാ മക്കളും കൈവീശ. ഇത് ഓക്കെ ആണെങ്കിൽ എല്ലാ മക്കളും എവിടെ മുഹമ്മദ് റാസിൻ ഓക്കെ ആണോ? ഓക്കെ. അന്ന് ഇങ്ങനത്തെ ഒരെണ്ണവും കൂടി നിങ്ങൾ ചെയ്തോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്ത ആരാധ്യ ഉത്തരം പറയുന്നോട്ടെ. ഇത് ചെയ്ത ആരാധ്യ ഉത്തരം പറയുന്നോട്ടെ. ഇത് ചെയ്ത ആരാധ്യ ഉത്തരം പറയുന്നോട്ടെ. വേഗം ചെയ്തോ. ആദ്യം ഇത് ഗുണിക്കണോ കേട്ടാ. ആദ്യം ഇതിനെ ഗുണിക്കണോ കേട്ടോ എല്ലാരും. ആദ്യം ഇതിനെ ഗുണിച്ചിട്ട് ബാക്കി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവീശ. ചെയ്ത് കഴിഞ്ഞ ആകാശ ചെയ്തേടാ. ചെയ്ത് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾ കൈവീശ. സാറേ നമ്മുടെ ഭാവനെ അല്ലെ ഇവാനിയെ കുട്ടി കഴിഞ്ഞ റെസ്റ്റ് എടുക്കണേണ്. ഗീതാഞ്ജലി മിടുക്കി. യെസ്. എടാ 1.2 × 1.2 ഇതപ്പോ എന്ത് കിട്ടി? 12 × 12 ഗുണിച്ച്. അപ്പൊ 144 കിട്ടി. കറക്റ്റ് അല്ലേ? പോയിന്റ് അതിന് എത്ര ആൾക്കാരുണ്ട്? 2 പേര്. അപ്പൊ ഇവിടെയും പോയിന്റ് അതിന് എത്ര ആൾക്കാർ വേണം? 2 പേര്. ഇനി ഇയാൾ അങ്ങനെ തന്നെ എഴുതാലോ. ഇനി ഇതിനെ നമുക്ക് ഡിവിഷൻ പോലെ ആക്കിക്കൂടെ? അത് ഡിവിഷനിൽ തന്നെയാണ് ഇരിക്കണം. എന്നാലും നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി വരെ എന്താക്ക? ഫ്രാക്ഷൻ ആക്കാലോ. ഹരണം മാറ്റി എന്താക്കാം? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ പോയിന്റിന് 3 ആൾക്കാരാണ്. അപ്പൊ 1000 അല്ലേ വരാ? ഒരേപോലെയുള്ളത് വെട്ടിക്കളയാ. ബാക്കി ഇവിടെ 2 0 ഇവിടെ 2 0 വെട്ടാ. ബാക്കി എന്തുണ്ടടാ?
10. യെസ്, മിടുക്കി. എടാ അപ്പൊ ഡെസിമൽ റേഷ്യോ നിങ്ങൾക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ എല്ലാരും കൈവിഷേ ഡെസിമൽ റേഷ്യോ ചെയ്യാൻ ഓക്കെ ആണ് കൈവിഷ. പോരട്ടെ ഇത് പോരാ. ഓക്കെ ഗൈസ്, മരിയ കൊച്ചെ ഓക്കെ ആണോ? മരിയ കൊച്ചെ യെസ് ഓക്കെ ആണെന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ ഇനി അവിടെ ഇരുന്ന് എന്റെ മക്കൾ ചെയ്യണ്ട ഞാൻ പറഞ്ഞുതരാം. പോയിന്റ് നോട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ് കൈവിഷേ. പോയിന്റ് നോട്ട് തന്ന ക്വസ്റ്റ്യൻസ് അത് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ബാക്കി ഇരുന്ന് ചെയ്ത മക്കളുണ്ടെങ്കിൽ ആ ടെസ്റ്റിലെ ബാക്കി ചോദ്യങ്ങൾ അവിടെ ഇരുന്ന് ചെയ്ത് പഠിച്ചേ. 6:30 വരെ സമയമുണ്ട്. മണിക്കൂർ നിങ്ങൾ 6:20 എന്താണ്